ദേശീയപാത 66 പ്രവർത്തന പുരോഗതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഓരോ സ്ട്രെച്ചുകളുടെയും നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്തു. ജലാശയങ്ങളിൽ നിന്നും മണ്ണെടുക്കുന്നതിനുള്ള അനുമതിക്കുള്ള അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ജയശങ്കർ, അവലോകനത്തിന് ശേഷം മുഖ്യമന്ത്രി ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്? അതായത് ഇന്നാണ് ദേശീയപാത 66 നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളിലെയും നിലവിലെ നിർമ്മാണ പുരോഗതികൾ മുഖ്യമന്ത്രി വിലയിരുത്തി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജലാശയങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്ന കാര്യത്തിലും മറ്റും ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനുള്ള അനുമതികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ട്. അതെല്ലാം തന്നെ എളുപ്പത്തിൽ തീർപ്പാക്കാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 17,000-ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും ദേശീയപാത അതോറിറ്റി അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് ഉൾപ്പെടെ ദേശീയപാത അധികൃതർ മുഖ്യമന്ത്രിക്ക് വിവരങ്ങൾ കൈമാറി. 80% ഭാഗത്തോളം പല പ്രദേശത്തും നിർമ്മാണം പൂർത്തിയായി എന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മിക്കതും മലബാർ മേഖലയിൽ കൂടിയാണ്. എന്തായാലും അടിയന്തരമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.